മേത്തല പറമ്പിക്കുളങ്ങര OK യോഗം കുട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മഹാജ്യോതിർലിംഗത്തിന് സ്വീകരണം നൽകി. കാശി, രാമേശ്വരം, കേദാർനാഥ്, ഓംകാരേശ്വർ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ സ്വീകരണങ്ങളും അഭിഷേകങ്ങളും സ്വീകരിച്ചെത്തിയ ഏകദേശം 600 കിലോഗ്രാമോളം ഭാരം വരുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ അഖണ്ഡ ഭാരത ജ്യോതിർലിംഗത്തിനാണ് സ്വീകരണം നൽകിയത്. ഭക്തർക്ക് നേരിട്ട് അഷ്ടാഭിഷേകം നടത്തുവാനും ക്ഷേത്രാങ്കണത്തിൽ സൗകര്യമൊരുക്കിയിരുന്നു. ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെക്രട്ടറി KG ശശിധരൻ, ഓമനക്കുട്ടൻ, ഉണ്ണികൃഷ്ണൻ, അജി, സുധി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ओम कृष्णाय नमः, ओम श्रुगलारूपाय नमः, ओम सिद्धार्थाय नमः, ओम मुंडाय नमः, ओम कामाय नमः, ओम मंत्रविदे नमः, ओम कमंडलुधराय नमः, ओम धन्यने, ओम अमिताय नमः, ओम गदये नमः, ओम नित्यभ्याय नमः, ओम नृत्यनर्ताय नमः, ओम नर्तकाय नमः, ओम सर्वललासाय नमः, ओम घोराय नमः, ओम महातपसे नमः, ओम पाशाय नमः, ओम नित्याय नमः, ओम गिरिगुरुहाय नमः, ओम नभसे नमः, ओम सहस्रहस्ताय नमः. നമസ്കാരം. ഇത് ഭാരതം മുഴുവൻ നടത്തി വരുന്ന മഹാശിവലിംഗ ഘോഷയാത്ര ഇന്ന് നമ്മുടെ കൊട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് തിരുവനന്തപുരത്ത് കൈമനത്താണ് ഇതിൻ്റെ ബാലാലയ പ്രതിഷ്ഠ വരുന്നത്. ഇവിടെ നിന്നാണ് ഇതിവിടെ വന്ന് നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങി ഇനി നേപ്പാളിലേക്കാണ് ഇത് തിരിച്ചു പോകുന്നത്. ഒരുപാട് ആരതികളും കാര്യങ്ങളും അഭിഷേകങ്ങളും നടത്തുന്ന ശിവലിംഗമാണത്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കാര്യങ്ങൾ പറയും. 2018 ആരംഭിച്ചതാണ്. 108 ശിവലിംഗങ്ങൾ 108 വർഷം കൊണ്ട് ഒന്നിനു മീതെ ഒന്നായി സ്വാംശീകരിച്ച് ഒരു മഹാലിംഗമായി പ്രതിഷ്ഠ നടത്തുന്ന മഹാലിംഗ ഘോഷയാത്രയാണ്. ഇരിക്കുന്നത് 9 വിഗ്രഹമുണ്ട്. 9ാമത്തെ വർഷമാണ്. അതിനുള്ളിൽ 8 വിഗ്രഹം ഉണ്ട്. ഇതേപോലൊരു വിഗ്രഹം ഇപ്പോൾ പ്രപഞ്ചത്തിലെ ലോകത്തിലുള്ള നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം 108, 1008, 10008 എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് ഒന്ന് പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഈ ഒരു വിഗ്രഹമേ ഉള്ളൂ. ശിവായ നമ എന്ന നാമത്തിൽ തുടങ്ങി 2125 രൂപം പരമേശ്വരായ നമ എന്ന സ്വർണ്ണ ശിവലിംഗം 36 അടി ഉയരത്തിൽ ചെയ്യുമ്പോൾ അത് ഒരു ലോക ചരിത്ര സംഭവമായിരിക്കും എന്നാണ്. അന്ന് ഈ 3 തലമുറകൾ കഴിഞ്ഞ് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ വിഗ്രഹം ഭൂമിയിൽ തന്നെ അത്യത്തിൽ അപൂർവമായ ഒരു സംഭവമായി അന്ന് മാറിത്തീരും എന്നുള്ള ഒരു സംശയമില്ല. എല്ലാ ഭക്തരും ഇതിൽ വന്ന് അഭിഷേകം ചെയ്യുകയും ഭഗവാന്റെ കൃപാകടാക്ഷം നേടിയെടുക്കുകയും വേണം എന്ന്